സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വസുന്ധര മേഡം കേസ് ഏറ്റെടുത്ത ആ ഒരു നിമിഷം മുതൽ എല്ലാവർക്കും നല്ല പ്രതീക്ഷയാണ്. ഗൗരിക്കും മുരളിക്കും അതുപോലെ ഭാർഗവിക്കും ദേവിയേക്കും ശാരിയയ്ക്കും പ്രഭാവതിക്കും സിദ്ധാർത്ഥൻ സാറിനും എല്ലാവർക്കും നല്ല പ്രതീക്ഷയായി. അരുന്ധതി മേഡം ഋഷിയെക്കുറിച്ച് അന്വേഷിക്കാൻ വളരെ താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണ് ഋഷി ഇതുവരെയും കണ്ടെത്താനാകാത്തത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഋഷിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വലിയൊരു ക്യാമ്പയിൻ നടത്താൻ പോകുകയാണ്. വിദ്യാർത്ഥികൾ അടങ്ങുന്ന ക്യാമ്പയിൻ എന്നൊക്കെ സി പിയോട് പറയുന്ന സമയത്ത് സി പി പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഋഷിക്ക് നേട്ടം ഉണ്ടാകുന്നതിന് പകരം കോട്ടമാണ് ഉണ്ടാകുന്നത്. ഋഷിയുടെ ജീവന് തന്നെ ആപത്ത് വരും എന്ന് പറഞ്ഞ് സി പി ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ദേവിക തങ്ങളോട് പറഞ്ഞ കാര്യവും വലിയൊരു ഗുണ്ടയും കൊണ്ട് ഋഷിയെ തട്ടിക്കൊണ്ടുപോയത് മറ്റാരുമല്ല ദേവികയും അതുപോലെ സിദ്ധാർത്ഥൻ സാറും ഒക്കെ ചേർന്നിട്ടാണ്. നന്ദനും ഋഷിയും കാണാതായതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ലെന്ന് സി പി പറയുന്നു. അങ്ങനെ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഋഷിയുടെ കൂട്ടുകാർക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥൻ സാറിനോടും ദേവികയോടും. ആ തക്ക സമയത്താണ് ഒരു കുടുംബയോഗം കഴിഞ്ഞ് ദേവികയും സിദ്ധാർത്ഥൻ സാറും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന അവരെ ഋഷിയുടെ കൂട്ടുകാർ തടഞ്ഞു നിർത്തി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാകുന്നുണ്ട്. ക്ഷമ തെറ്റി നിൽക്കുന്ന സിദ്ധാർത്ഥനാണെങ്കിൽ ഋഷിയുടെ കൂട്ടുകാരെ പൊതിരെ തെല്ലുന്നുണ്ട്. ഇനി ഞാൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുവാണ്, ആർക്കാണ് ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥൻ്റെ കലി കണ്ടിട്ട് ഋഷിയുടെ കൂട്ടുകാരാകെ പതറിപ്പോകുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾക്കൊടുവിൽ പ്രശ്നം കോംപ്രമൈസായി ഋഷിയുടെ കൂട്ടുകാർ ചിന്നിച്ചിതറി ഓടിപ്പോയിരിക്കുന്നു. ശേഷം തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറും അതുപോലെ ദേവികയും. നടന്ന കാര്യങ്ങളൊക്കെ പ്രഭാവതിയോട് പറയുന്നുണ്ട് രണ്ടുപേരും. അങ്ങനെ എല്ലാം കേട്ട് പ്രഭാവതിയാണെങ്കിൽ ആകെ സങ്കടത്തിലാകുന്നു. മകനെ കാണാനില്ലാത്ത വിഷമം ഒരു ഭാഗത്താണെങ്കിൽ ഭർത്താവിന് നേരെ തൻ്റെ തെറ്റ് കാരണം വന്ന ഒരു ഭവിഷ്യത്താണ് ഋഷിയും അരുന്ധതിയും എന്ന് പറയുന്ന ശത്രുക്കൾ. അവരുടെ വേട്ടയാടൽ പ്രഭാവതിക്ക് താങ്ങുന്നതിനും അപ്പുറം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം വിളിച്ച് വക്കീലിനോട് പറയുന്നുണ്ട് നമ്മുടെ പ്രഭാവതി. അന്നേരം വക്കീൽ സമാധാനിപ്പിക്കുന്നു. അധികം താമസിക്കാതെ വസുന്ധര മേഡം കേസ് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നന്ദനെ ഋഷിയും കണ്ടെത്താനാകും. അതേസമയം നമ്മുടെ ത്യാഗരാജനും പ്രകാശനും കൂടെയൊക്കെ ചേർന്ന് കുറേ ഗുണ്ടകളെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ലക്ഷ്യം മറ്റാരുമല്ല, സിദ്ധാർത്ഥൻ സാറാണ്. പ്രകാശൻ ഇത്രയധികം നാണം കെടാൻ കാരണക്കാരനായത് ഒരു കണക്കിന് സിദ്ധാർത്ഥൻ സാറും കൂടി ചേർന്നിട്ടാണ്. സിദ്ധാർത്ഥൻ സാറ് മുഖേനയാണ് മീരയെ തനിക്ക് നഷ്ടമായതെന്നും അങ്ങനെ ആ ഒരു വിരോധമൊക്കെ മനസ്സിൽ വെച്ചിരുന്ന് അന്ന് കേസ് അന്വേഷണവും മീര കൊലപാതകം തെളിയിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ തനിക്ക് നഷ്ടമായ ഇമേജ് എല്ലാം ആലോചിച്ച് ആ ഒരു കലിയുടെ പുറത്താണ് ചന്ദ്രോത്ത് വീട്ടിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രകാശൻ മനഃപൂർവ്വം പരോള് നേടി പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ മുന്നോടി എന്ന രൂപത്തിനാണ് നന്ദനെ ഋഷിയും തമ്മിൽ തെറ്റിച്ചുകൊണ്ട് അവരെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ഒരു വലിയ രാക്ഷസനെ പോലെ ചമയുന്നത്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞയച്ച കുറച്ച് ഗുണ്ടകൾ ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചെല്ലും. മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, സിദ്ധാർത്ഥൻ്റെ ജീവൻ എടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതേസമയം പ്രഭാവതിയാണെങ്കിൽ നമ്മുടെ ഹരിയങ്കിളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് താഴെ ഒരു ശബ്ദം കേൾക്കുന്നു. പ്രകാശൻ പറഞ്ഞയച്ച ഗുണ്ടകളാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലെത്തി ഡോറ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് സിദ്ധാർത്ഥൻ സാർ ചെന്ന് ഡോറ് തുറന്നു നോക്കുന്നു. കയ്യിൽ ആയുധങ്ങളായി നിൽക്കുന്ന ഗുണ്ടകളാണെങ്കിൽ സിദ്ധാർത്ഥൻ സാറിനെ കുതിരെ തല്ലുന്നു. രാവിലെ ഋഷിയുടെ കൂട്ടുകാരുമായി ബഹളമുണ്ടാക്കിയ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വന്ന് ആക്രമിച്ചത് ഋഷിയുടെ കൂട്ടുകാർ തന്നെയാണെന്ന് എല്ലാവരും ഒറ്റ നിമിഷത്തിൽ തെറ്റിദ്ധരിക്കും എന്ന ആ ഒരു സാഹചര്യം നോക്കിയിട്ട് തന്നെയാണ് പ്രകാശൻ ഇന്ന് രാത്രി തന്നെ ഗുണ്ടകളെ പറഞ്ഞയച്ചത്. അടിയിൽ ബോധം കെട്ട് സിദ്ധാർത്ഥൻ സാർ നിലത്ത് വീണ് കിടക്കുന്ന സമയത്താണ് പ്രഭാവതി ശബ്ദം കേട്ടുകൊണ്ട് താഴേക്ക് വരുന്നത്. തലയ്ക്കടി കൊണ്ട് സിദ്ധാർത്ഥൻ്റെ തലയിൽ നിന്നും അമിതമായിട്ട് ബ്ലീഡിങ് പോകുന്നത് കണ്ടിട്ട് പ്രഭാവതിയാണെങ്കിൽ ഒച്ച വെച്ച് കരയുന്നു. അപ്പോഴത്തേക്കും ഗുണ്ടകളാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടിരുന്നു. പെട്ടെന്ന് തന്നെ പ്രഭാവതി മുരളിയുടെയും അതുപോലെ സുഹൃത്തുക്കളുടെയും സഹായത്തോടെ സിദ്ധാർത്ഥൻ സാറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. എന്നാൽ ചന്ദ്രോത്ത് വീട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാർ ആരാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടും കണ്ടുപിടിക്കാനാകുമെന്ന് പറഞ്ഞ് വസുന്ധര മേഡമാണെങ്കിൽ കേസ് അന്വേഷണം വളരെ ശക്തമായി വ്യാപിക്കുന്ന ആ സമയത്ത് പ്രകാശനും മറഞ്ഞിരിക്കുന്ന എല്ലാ ഗുണ്ടകളും പുറത്തു വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം.